ഹായ് ഗായ്സ്, ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ആമീനും കൊണ്ട് ഒറ്റയ്ക്ക് മൂന്നാർ പോയതിൻ്റെ ലോങ് വീഡിയോ കേട്ടാം. ഇതിന് ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോയ്ക്ക് ഞാനിപ്പോഴാണ് വോയിസ് ഓവർ കൊടുക്കണേ. അതാ ഇത്ര ലേറ്റായി പോയത്. ആമീനും കൊണ്ട് പോകാൻ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ചില കാര്യങ്ങളിൽ മാത്രം കുറച്ച് കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ആൾക്കിങ്ങനെ വണ്ടിയും ഇരിക്കാനുള്ള കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പായിരുന്നു. കാരണം ബൈക്കായാലും കാറായാലും എന്തായാലും ആളിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് കുറേ നേരം ഉറക്കം വന്നാലും ആ സ്ഥലം എത്താതെ ഉറങ്ങില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണ്. ആൾക്കത് എക്സ്പ്ലോർ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം നമ്മളെ വൈബിന് പറ്റിയ കുട്ടിയായ കാരണം നമുക്ക് വലിയ ടെൻഷൻ ആ കാര്യത്തിലുണ്ടായിരുന്നില്ല. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പണി ഇതായിരുന്നു. എവിടെയെങ്കിലുമൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ട്രാവലറും ബസ്സൊക്കെ അങ്ങനെ പാട്ട് വെച്ച് പോകുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ കിടുന്നത് ഇതായിരുന്നു അച്ഛൻ്റെയും മോളുടെയും പണി. അതങ്ങോട്ട് പോകുമ്പോൾ ഒരു സങ്കടം വരും, പിന്നെ അടുത്ത വണ്ടി കാണുമ്പോൾ ഒരു സന്തോഷം വരും. അങ്ങനെ മാറി മാറി ഇമോഷൻസ് ഇങ്ങനെ ഓരോന്നിങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആമിയുടെ മുഖത്ത്. ഞങ്ങൾക്കത് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ ഒപ്പത്തിന് നിൽക്കാൻ അച്ഛനും ഉള്ള കാരണം അവിടെ കിടന്ന് കുറേ ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. ഒരു ടൂറിസ്റ്റ് ബസ് നിർത്തി കോളേജിലെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടിയുടെ മുന്നിൽ പോയി നിന്ന് കളിക്കുക. ഫേസ് ടു ഫേസ് നിന്നിട്ട് ചേട്ടന്മാരും ഇവളിപ്പുറത്ത് നിന്ന് ഭയങ്കര ഡാൻസ് കളിയായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാനും കൂടി വന്ന ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അച്ഛനും മോളാണെങ്കിൽ നല്ല രീതിക്ക് ആൾ പോസ് ചെയ്യും. ഞാൻ ആ ഫ്രെയിമിലേക്ക് വന്നതിന് തന്നെ പിന്നെ ആൾക്ക് പോസ് ചെയ്യാൻ കുറച്ച് പാടാണ്. അതെന്തോ ചെറിയൊരു പോസിറ്റീവ്നെസ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നും. പക്ഷെ എന്തോ എൻ്റെ കൂടെ ഒരു ഫോട്ടോ കിട്ടിയിട്ടാണ്. ഞാനും മാമി അധികം ഫോട്ടോസ് ഉണ്ടാവാറില്ല. നിനക്ക് മാത്രം കുളിച്ചാൽ മതിയോ? അടുത്ത ദിവസം കാലത്ത് തന്നെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാം കണ്ട് അത് കഴിഞ്ഞിട്ട് ബോട്ടിങ്ങിന് ഇറങ്ങി. ബോട്ടിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പ് ഈ ബോട്ടിങ്ങിന് ഇറങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ജസ്റ്റ് വെറുതെ ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ആൾ ബോട്ടിങ് കണ്ടതോടുകൂടി പിന്നെ ആൾക്ക് വെള്ളത്തേക്ക് ഇറങ്ങണം. നേരത്തെ കാണിച്ച ഫോട്ടോ ഇല്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു 10-15 മിനിറ്റോളം ക്യാമറമാരുടെ എല്ലാ ക്ഷമയുടെ നെല്ലിപ്പലക അവൾ ചവിട്ടിച്ചിട്ടുണ്ട്. ചില്ലറ ക്ഷമയൊന്നുമല്ല, വാശി പിടിച്ച് കരഞ്ഞ് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി. അവസാനം ഞങ്ങളുണ്ടാളും ഫോട്ടോ എടുത്താൽ മതിയെന്ന് ആലോചിച്ചു. പിന്നെ ഇങ്ങനെയൊക്കെയോ പിടിച്ച് നിർത്തി ഒരു ഫോട്ടോ എങ്കിലും വൃത്തിക്ക് കിട്ടി. പിന്നെ ബോട്ടിങ്ങിന് ഇറക്കിയപ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അച്ഛൻ പിന്നെ എപ്പോഴത്തേയും പോലെ തന്നെ കുഴപ്പമില്ല വായു ഇറങ്ങാം, ഇനി അവളെ വാശി പിടിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഇറക്കി. അതിൽ കയറിയപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കയ്യിലുള്ള ഈ സാധനമില്ലേ, കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെടുത്ത് വെള്ളത്തിൽ കിട്ടും. പിന്നെ അതെടുക്കാൻ പെട്ട പാട്. എന്നാലും അങ്ങനെ എന്തൊക്കെയോ ചെയ്തത് കിട്ടി കാണാൻ, അത് തന്നെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആൾ ചിലപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്തത് കരച്ചിലായിരിക്കും. അത് കുറച്ച് ടെൻഷനായി ഞങ്ങൾക്ക്. ആ ബബിൾസിൻ്റെ സാധനം ഇങ്ങനെ കാണിച്ചാണ് ആൾ ഒരൊറ്റ ഇടലായിരുന്നു വെള്ളത്തിലേക്ക്. പിന്നെ അത് കിട്ടിയേ പറ്റൂന്നും ആയി. കിട്ടിയത് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പെട്ടേനെ ഞാൻ. ഹോഴ്സ് റൈഡ് പിന്നെ ആമിയുടെ മെയിനാണ്. കുതിരനെ കണ്ട അപ്പോൾ അവൾക്ക് സവാരിക്ക് കയറണം. പിന്നെ അച്ഛനും അതിനൊപ്പത്തിന് നിൽക്കുന്നതായ കാരണം രണ്ടാളും പോയി റൈഡൊക്കെ ചെയ്ത് വരും. ഞാനിങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്ത് ഞാൻ അവിടെ നിൽക്കും. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.